മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ക്ഷീണം തോന്നുന്നുണ്ട്. കിടക്കണമെന്ന് അതിയായ ആഗ്രഹവുമുണ്ട്. പക്ഷേ സിദ്ധാർത്ഥിനെ മുറിയിലേക്ക് കാണാത്തത് അവളിൽ ആശങ്കയുണർത്തി. അവൾ പതിയെ ബെഡിലേക്കിരുന്നു. ചുറ്റും കണ്ണുകൾ ഓടിച്ചു. ഏറെ ഭംഗിയുള്ള മുറി, മുഴുവൻ വൈറ്റ് കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നത്. ആള് വൈറ്റിനോട് പ്രിയമുള്ള ആളാണെന്ന് വ്യക്തം. മുറിയുടെ ഒരു ഭാഗം ഗ്ലാസ് ഡോറാണ്. അതും വെള്ള കർട്ടനുകളിട്ട് മൂടിയിട്ടുണ്ട്. ആകെ കാണാൻ ഒരു ചന്തമൊക്കെയുണ്ട്. പെട്ടെന്ന് ഗ്ലാസ് തുറക്കുന്ന ശബ്ദം കേട്ടതും അവൾ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. അവിടെ നിന്നും സിദ്ധു അകത്തേക്ക് വന്നതും അവൾ ആകെ മൊത്തം അവനെ ഒന്ന് നോക്കി. ഒരു ബ്ലാക്ക് ടീഷർട്ടും ഷോർട്ട്സുമാണ് വേഷം. കയ്യിൽ ഫോണും മറുകയിൽ ബിയർ ബോട്ടിലുമുണ്ട്. ഓ, അവിടെ ഇരുന്ന് കുടിക്കുകയായിരിക്കും. അതാണ് മുറിയിലേക്ക് കാണാതിരുന്നത്. സിദ്ധുവും ഗ്ലാസ് ഡോർ അടച്ച് കർട്ടനിട്ട് തിരിഞ്ഞതിന് ശേഷമാണ് വൈകി മുറിയിലിരിക്കുന്നത് കാണുന്നത്. അവളെ കണ്ടതും ഇന്ന് സച്ചുവിനെ കണ്ടതും അവൾ പറഞ്ഞ കാര്യങ്ങളുമെല്ലാം ഓർമ്മയിൽ തെളിഞ്ഞു. തൻ്റെ സച്ചുവിനെ മനഃപൂർവ്വം മറന്ന് ഇവളിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ തനിക്ക് കഴിയുമോ? അതിനു മാത്രം മനസാക്ഷിയില്ലാത്തവനായോ സിദ്ധു? അറിയില്ല. ഇപ്പോൾ ഒന്നും വേണ്ടിയിരുന്നില്ലെന്ന് തോന്നുന്നു. പക്ഷെ അവിടെയും തനിക്ക് സച്ചുവിനെ സ്വന്തമാക്കണമെങ്കിൽ ഇവളിലൊരു കുഞ്ഞു മതിയായേ തീരൂ. അല്ലെങ്കിൽ ഒരിക്കലും സച്ചു തൻ്റെ കൂടെ ജീവിക്കാൻ തയ്യാറാവില്ല. അതിന് ആദ്യം ഇവളിൽ തന്നോട് പ്രണയം വളർത്തിയെടുക്കണം. അങ്ങനെയെങ്കിൽ ഇവൾക്കും തന്നോട് അടുപ്പം തോന്നും. തനിക്കും ചെയ്യുന്നത് തെറ്റല്ലെന്ന് തോന്നും. ആ സമയം കൊണ്ട് അവൻ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടി. വൈകി അവനെ കണ്ടതും ഇരുന്നിടത്തു നിന്നും വേഗം എഴുന്നേറ്റു. ഇരിക്കടോ, ഞാനിപ്പോൾ വരാം. അവനൊരു പുഞ്ചിരിയോട് പറഞ്ഞുകൊണ്ട് മുറിയിൽ തന്നെയുള്ള ചെറിയൊരു ഡോറ് തുറന്ന് അതിനകത്തേക്ക് കയറി. വൈക അന്തം വിട്ട് നിൽക്കുകയായിരുന്നു. ഇതുവരെ കണ്ട സിദ്ധു അല്ല തൻ്റെ മുന്നിൽ നിൽക്കുന്നതെന്ന് തോന്നി. മുന്നിൽ കാണുമ്പോഴെല്ലാം ദേഷ്യത്തോടെയും പുച്ഛത്തോടെയും മാത്രമേ അവൻ തന്നോട് പെരുമാറിയിട്ടുള്ളൂ. ഇപ്പോൾ അതിൽ നിന്നൊക്കെ നേരെ വിപരീതം. ആ മുഖത്തെ പുഞ്ചിരി ആരെയും ഒന്ന് പിടിച്ചിരുത്തും. അവൾ അറിയാതെ തന്നെ ബെഡിലിരുന്നു. അല്പസമയത്തിന് ശേഷം സിദ്ധു പുറത്തേക്ക് വന്നു. അപ്പോഴും അവൻ്റെ മുഖത്ത് കൈവിടാതെ പുഞ്ചിരിയുണ്ട്. അവൻ വന്ന് അവളുടെ അരികിൽ ബെഡിലിരുന്നു. അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി. അവളുടെ നോട്ടം കണ്ടതും അവനൊരു പുഞ്ചിരിയോടെ അവളുടെ ബെഡിലിരുന്ന് കൈയെടുത്ത് അവൻ്റെ കൈകൾ കൊണ്ട് പൊതിഞ്ഞു പിടിച്ചു. വൈക അതിശയത്തോടെ അവനെ നോക്കി. ഇതെല്ലാം അവൾക്ക് ആദ്യ അനുഭവമാണ്. അവൾക്കുള്ളിൽ അവനോട് പേരറിയാൻ കഴിയാത്തൊരു വികാരം മുളച്ചു തുടങ്ങി. എടാ, ഇങ്ങനെ കുടിച്ച് ചാവാതടാ. അവളിപ്പോൾ അവൻ്റെ കൂടെ ആഘോഷിച്ച് തകർക്കുന്നുണ്ടാവും. നീ ഇവിടെ ഇരുന്ന് കുടിച്ച് ചാവത്തേ ഉള്ളൂ. വെള്ളം പോലും ചേർക്കാതെ അടിക്കുന്ന അജയനെ നോക്കി സുരേഷ് പറഞ്ഞു. എടാ, നിനക്കറിയോ, അവളെ ഈ ചങ്ങലാടാ ഞാൻ കൊണ്ടുനടന്നത്. അങ്ങനെയുള്ള അവളാണ് വേറൊരുത്തൻ്റെ കൂടെ. ആടിക്കുഴഞ്ഞുകൊണ്ട് അജയൻ പറഞ്ഞു. ഓവേ, നീ എവിടാ കൊണ്ടുവന്നതെന്ന് എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് അത് പറയണ്ട. സുരേഷ് അവനിട്ടൊന്ന് താങ്ങി. എടാ പന്നെ അഷു മോനെ, അവളെ തൊട്ടുള്ള കളി വേണ്ട. എല്ലാ പെണ്ണുങ്ങളെയും കൂട്ടത്തിൽ വൈകെ നീ കൂട്ടണ്ട. അവളെ സ്വന്തമാക്കണമെങ്കിൽ ഈ അജയൻ എന്നോ ആകായിരുന്നു. പക്ഷെ അത് ചെയ്യാതിരുന്നത് ഒരിക്കലെങ്കിലും അവൾക്ക് എന്നോട് പ്രണയം തോന്നുന്നു കരുതിയിട്ട. അല്ലാതെ ഈ അജയന് കയ്യൂക്കില്ലാഞ്ഞിട്ടല്ല. അജയൻ സുരേഷിന് നേരെ ചീറി. എന്നിട്ട് നിന്റെ മുന്നിലൂടെ തന്നെയല്ലേ അവൾ ആ പണച്ചാക്കനെ കെട്ടിപ്പോയത്. എന്നിട്ടാണ് നീ ഇവിടുന്ന് കൊണാന്ന്. സുരേഷ് അവനെ മൂപ്പിക്കാൻ തുടങ്ങി. വെറുതെ ഒരു രസം, അല്ലാതെന്താ. അവക്കവനെ ഇഷ്ടമാണെങ്കിൽ ജീവിക്കട്ടടാ. ഈ അജയനെ പേടിച്ച് അവൾ ഒരുപാട് രാത്രി ഉറങ്ങാതിരുന്നിട്ടുണ്ട്. ഇനിയത് വേണ്ടല്ലോ. പക്ഷേ അവന് വേണ്ടെന്ന് തോന്നുന്ന നിമിഷം ഇരു കൈ നീട്ടി ഞാൻ സ്വീകരിക്കും. അജയൻ പറഞ്ഞുകൊണ്ട് ആടി അവിടെ നിന്നും നടന്നു നീങ്ങി. അപ്പോഴവൻ്റെ മനസ്സിൽ വൈകിയുടെ മുഖം തെളിഞ്ഞു നിന്നു. താൻ തോന്നിയും കള്ളുകുടിയനും പെണ്ണുപിടിയനുമായ അജയന് പക്ഷേ ഒരാളോട് മാത്രമേ അടങ്ങാത്ത പ്രണയം തോന്നിയിട്ടുള്ളൂ. അത് വൈഗാലക്ഷ്മിയോടാണ്. വൈകിക്ക് പേടിയുണ്ടോ? ഏറ്റവും പതിഞ്ഞ സ്വരത്തിൽ സിദ്ധു ചോദിച്ചതും അവൾ കണ്ണുകൾ വിടർത്തി അവനെ നോക്കി. അവൾക്ക് എന്തു മറുപടി നൽകണമെന്നറിയില്ലായിരുന്നു. വൈകി എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ ചോദിച്ചതിന് മറുപടി താ. സിദ്ധു വീണ്ടും പറഞ്ഞതും അവൾ അവൻ്റെ കൈകളെ വേർപെടുത്തി എഴുന്നേറ്റ് ഗ്ലാസ് വിൻഡോയുടെ കർട്ടനുകൾ പതിയെ നീക്കി പുറത്തേക്ക് നോക്കിയിരുന്നു. പേടിയൊക്കെ ഈ വൈകിയിൽ നിന്നും എന്നോ വിട്ടുപോയതാണ്. പേടിയല്ല, മറിച്ച് ഞാൻ എൻ്റെ മനസാക്ഷിയോട് തന്നെ തെറ്റ് ചെയ്യുന്ന ഒരു തോന്നൽ. പണത്തിന് വേണ്ടി ഞാൻ എന്നെ തന്നെ ബലി കൊടുക്കുന്നു എന്നൊരു തോന്നൽ. പക്ഷേ ഞാൻ ഇത് ഉൾക്കൊള്ളാൻ ശ്രമിക്കും. കുറച്ച് സമയം പിടിക്കുമായിരിക്കും. എങ്കിലും എൻ്റെ മനസ്സിനെയും ശരീരത്തിനെയും ഞാൻ അതിനുവേണ്ടി പാകപ്പെടുത്തും. ഒരു കുഞ്ഞിനെ ഉദരത്തിൽ ചുമന്ന് പ്രസവിച്ച് സാറിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് എൻ്റെ വാക്ക് ഞാൻ പാലിച്ചിരിക്കും. അവളുടെ വാക്കുകൾക്ക് എന്തെന്നില്ലാത്ത ദൃഢത തോന്നി സിദ്ധുവിന്.
അവൻ അന്നേരം അവളോട് എന്തു പറയണമെന്ന് അറിഞ്ഞില്ല. കാരണം അവളുടെ നിസ്സഹായാവസ്ഥയാണ് തൻ്റെ മുന്നിൽ അവളെ എത്തിച്ചിട്ടുള്ളത്. തനിക്ക് അമ്മയോ അച്ഛനോ ഒന്നുമില്ലേ? താൻ നിന്നിരുന്ന വീട്ടിലുള്ളവർ തൻ്റെ കുടുംബക്കാർ തന്നെയാണോ? കുറച്ചു സമയത്തിന് ശേഷം അവളുടെ മൈൻഡ് ഒന്ന് മാറ്റിയെടുക്കാമെന്ന് കരുതി സിദ്ധു വെറുതെ ചോദിച്ചു. അറിയാം അമ്മയും അച്ഛനും ഒന്നുമില്ലെന്ന്, എന്നാലും വെറുതെ അവളോട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കാമല്ലോ. അച്ഛൻ ആരെന്ന് എനിക്കൊരു പ്രായം വരെ അറിയില്ലായിരുന്നു. പിന്നെ എനിക്ക് ചുറ്റുമുള്ള ആളുകളുടെ കളിയാക്കലും വേശ്യയുടെ മകളെന്ന വിളിയും എല്ലാം ഒരിക്കൽ അമ്മയോട് അതിനുത്തരം ചോദിക്കേണ്ടി വന്നു. അന്ന് അച്ഛൻ ആരാണെന്ന് എൻ്റെ അമ്മ വെളിപ്പെടുത്തി. പക്ഷേ ഇന്നുവരെ ആരാണെന്നും എവിടെയാണെന്നും അറിയാമായിരുന്നിട്ടും ആ മനുഷ്യനെ അന്വേഷിച്ചു പോയിട്ടില്ല, പോകാൻ ആഗ്രഹിച്ചിട്ടില്ല. ഉത്തരം എനിക്ക് തന്ന് അമ്മയും ഒരു മുഴം കയറിൽ ജീവനൊടുക്കി. ആരൊരും കൂട്ടില്ലാതിരുന്ന് എനിക്ക് ഒരഭയം തന്നത് ചിറ്റയാണ്, എൻ്റെ അമ്മയുടെ ഏതോ വകയിലെ അനിയത്തി. ചിറ്റയും തനുവും എല്ലാം ഉണ്ടെങ്കിലും വൈകിട്ടെന്ന് പറയാൻ ഇപ്പോൾ നിലവിൽ ആരുമില്ല. അത് പറയുമ്പോഴുള്ള വാക്കുകളിലെ പുച്ഛം അവന് മനസ്സിലായി. എടോ, ഞാൻ തന്നെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ച് വിഷമിപ്പിച്ചു. ഏയ് സാരമില്ല സർ, സാർ ചോദിച്ചില്ലെങ്കിലും ഞാനിതെല്ലാം പറയും. കാരണം എനിക്ക് എന്നെ കേട്ടുകൊണ്ടിരിക്കാൻ ഒരാളുള്ളത് ഒത്തിരി ഇഷ്ടമാണ്. വൈകിയ കർട്ടൻ വലിച്ചിട്ട് നടന്നു വന്നുകൊണ്ട് ബെഡിലിരുന്നു. താൻ കടന്നു, എനിക്ക് ഓഫീസിലെ കുറച്ച് വർക്ക്സ് പെൻഡിങ് ഉണ്ട്, അത് തീർത്തിട്ട് വരാം, സിദ്ധു പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. ഞാനും വരാം സർ, എന്തോ ഒറ്റയ്ക്കിരിക്കാൻ തോന്നുന്നില്ല. ഓക്കെ, അവൻ സമ്മതം പറഞ്ഞതും അവളും എഴുന്നേറ്റ് അവൻ്റെ പിറകെ പോയി. നീ എന്താ മോളെ ആലോചിക്കുന്നത്? സച്ചുവിന് വേണ്ടി കഞ്ഞിയുമായി മുറിയിലേക്ക് വന്ന മമ്മ ചോദിച്ചതും അവളൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. മമ്മ കഞ്ഞി അവിടെയുള്ള ടേബിളിൽ വെച്ച് റിമോട്ട് കൊണ്ട് സച്ചു കിടക്കുന്ന കട്ടിൽ അവൾക്ക് കഞ്ഞി കുടിക്കാൻ പാകത്തിനായി ഒന്നുയർത്തി. കഞ്ഞിയും എടുത്ത് അവളുടെ ബെഡിനരികിലുള്ള ചെയറിൽ വന്നിരുന്നു കൊണ്ട് സ്പൂണിൽ കുറേശ്ശെയായി കോരിക്കൊടുക്കാൻ തുടങ്ങി. അവളത് മടിയൊന്നും കൂടാതെ വാങ്ങി കഴിച്ചുകൊണ്ടിരുന്നു. അല്ലെങ്കിലും വർഷങ്ങളായി ഈ കിടപ്പിനോടും കഴിക്കുന്ന ഭക്ഷണത്തിനോടും മടുപ്പ് തോന്നിയിട്ടില്ല. എല്ലാം കൊണ്ടും പൊരുത്തപ്പെടാൻ ശ്രമിച്ചിട്ടേ ഉള്ളൂ. ഈ സമയവും കടന്നു പോകും എന്ന പ്രതീക്ഷയിലാണ്. സിദ്ധു ഇപ്പോൾ അവൻ്റെ ഭാര്യയ്ക്കൊപ്പം സുഖമായ നിദ്രയിലായിരിക്കും അല്ലേ മമ്മ? എങ്ങോട്ടോ നോക്കിയുള്ള ദയനീയമായ ചോദ്യം മമ്മയുടെ ഉള്ളൊന്ന് പിഴച്ചു. സച്ചു, ആ വിളിയിൽ അവളോട് അളവറ്റ സ്നേഹവും അവളെക്കുറിച്ചുള്ള ആവലാതിയും നിറഞ്ഞിരുന്നു. ഹേയ് മമ്മ ടെൻഷനാവാതെ, ഞാൻ വെറുതെ ചോദിച്ചതാ. അവൻ സന്തോഷമായിട്ടിരിക്കട്ടെ, അതാണ് ഈ സച്ചുവിൻ്റെയും സന്തോഷം. മോളെ, ഇത്രയേറെ സങ്കടം ഉണ്ടെങ്കിൽ മോൾ എന്തിനാ ഓരോ കാരണങ്ങൾ പറഞ്ഞ് അവനെ ഇങ്ങനൊരു വിവാഹത്തിന് നിർബന്ധിച്ചത്? അവൻ എനിക്ക് വേണ്ടി ഈ ജീവിതകാലം മുഴുവൻ കാത്തിരിക്കുമെന്ന കാരണം കൊണ്ട്. അവനൊരു പക്ഷേ എന്നെ തന്നെ വിവാഹം കഴിക്കണമെന്ന് നിർബന്ധം പിടിച്ചു തന്ന ഭാര്യ എന്ന നിലയിൽ ഒരിക്കലും എനിക്ക് അവനോട് നീതി പുലർത്താൻ കഴിയില്ല. അവനതൊന്നും ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്നോടൊപ്പമുള്ള ജീവിതം മാത്രമാണ് അവൻ്റെ ആഗ്രഹം. എന്നാലും ഞാനെന്നൊരാൾ കാരണം അവനൊന്നുമല്ലാതായി പോകരുത്. ഇത്രയൊക്കെ സങ്കടം ഉണ്ടായിട്ടും നിനക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയുന്നു മോളെ? ഈ മമ്മിക്ക് സഹിക്കുന്നില്ലട കൊച്ചെ. തൻ്റെ സങ്കടം താങ്ങാൻ കഴിയാതെ മമ്മിയൊന്ന് വിതുമ്പിപ്പോയി. ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ച് തൻ്റെ സങ്കടം നിയന്ത്രിക്കാൻ അവർ ശ്രമിച്ചു. എനിക്ക് പിടിച്ചു നിൽക്കണം മമ്മ, അവനൊരു കുഞ്ഞു വരുവോളം പിടിച്ചു നിന്നേ മതിയാവും. അപ്പോൾ അത് കഴിഞ്ഞു അവൻ അവൻ്റെ കുഞ്ഞിൻ്റെയും അതിൻ്റെ അമ്മയുടെയും കൂടെ ജീവിക്കുന്നത് നിനക്ക് കാണാൻ കഴിയുമോ? മമ്മ ചോദിച്ചതും അവൾക്ക് മറുപടിയില്ലാതായി. തനിക്ക് കഴിയുമോ സിദ്ധു മറ്റൊരാളുടെ സ്വന്തമായി ജീവിക്കുന്നത് കാണാൻ? അവളൊന്ന് സ്വയം ചിന്തിച്ചു. പറ്റും, ഇപ്പോഴും സിദ്ധു മറ്റൊരുവളുടെയാണ്. എന്നിട്ടും താൻ ഇവിടെ തനിയെ നിൽക്കുന്നില്ലേ അവൻ സമ്മാനിച്ച പ്രണയത്തിൻ്റെ ഒരുപിടി ഓർമ്മകളുമായി? എനിക്ക് മതി മമ്മ. മമ്മയിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായി സച്ചു പറഞ്ഞതും മമ്മ ഇനിയും അവളെ ഓരോന്ന് ചോദിച്ച് ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് കരുതി കഞ്ഞി മാറ്റിവെച്ച് വായും മുഖവും മറ്റൊരു പാത്രത്തിൽ കൊണ്ടുവന്ന വെള്ളത്തിൽ കഴുകിച്ച് ടവല് കൊണ്ട് തുടച്ചു കൊടുത്തു. മമ്മ പോയി കിടന്നു. എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ഇന്നെന്തോ വേഗം ഉറക്കം വരുന്നുണ്ട്. സച്ചു, എനിക്ക് നിന്നെ നന്നായി അറിയാം. അതുപോലെ തന്നെ നീയും സിദ്ധുവും തമ്മിലുള്ള പ്രണയവും. അങ്ങനെയുള്ള നിനക്ക് അവൻ മറ്റൊരാളുടെ കൂടെ ഈ രാത്രിയിൽ കഴിയുമ്പോൾ നിനക്കിവിടെ സുഖമായി ഉറങ്ങാൻ കഴിയുമോ? ഈ മമ്മയുടെ മുന്നിൽ നീ സങ്കടമില്ലാത്തതുപോലെ അഭിനയിക്കണ്ട. എന്നോളം നിന്നെ മനസ്സിലാക്കിയവർ ആരും തന്നെ ഇല്ലല്ലോ. മമ്മ, വേണ്ട, നീ ഒന്നും പറയണ്ട. ഞാൻ ഇന്ന് നിൻ്റെ കൂടെ ഈ മുറിയിലാണ് കിടക്കുന്നത്. എത്രയൊക്കെ നാവിനെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചിട്ടും അവളുടെ സങ്കടം കണ്ടപ്പോൾ മമ്മിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല.
ആ മനസ്സുരുകുന്നത് എനിക്ക് നന്നായി മനസ്സിലാക്കാൻ കഴിയും. പിന്നെ സച്ചു ഒന്നും പറയാതെ കണ്ണുകളടച്ചു. മമ്മിയുടെ ചോദ്യങ്ങളിൽ നിന്നൊക്കെ ഒരു തരം ഒളിച്ചോട്ടം. എന്നാലും അവളുടെ മനസ്സ് മുഴുവൻ തൻ്റെ പ്രണയമായിരുന്നവൻ്റെ കൂടെയായിരുന്നു. സിദ്ധു ലാപ്പിൽ തൻ്റെ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതും ഒന്ന് മൂരി നിവർന്നുകൊണ്ട് വിരലുകളിലെ ചൊട്ട പൊട്ടിച്ച് തനിക്ക് കൂട്ടായി വന്നവളെ നോക്കി. അവളെ നോക്കിയ നോട്ടത്തിൽ അവൻ പോലും അറിയാതെ അവൻ്റെ അധരങ്ങളിൽ മനോഹരമായ പുഞ്ചിരി വിരിഞ്ഞു. ഇത്ര വേഗം ഉറങ്ങിയോ? അവൻ സ്വയം ചോദിച്ചുപോയി. അവൻ തനിക്കരികിലുള്ള മേശയ്ക്ക് മുകളിൽ തലവെച്ച് നിഷ്കളങ്കമായ മുഖത്തോടെ ഉറങ്ങുന്ന വൈകിയെ നോക്കി. ആ കിടപ്പിൽ അവളുടെ മുഖത്തിലെ ചലനങ്ങൾക്ക് ഒരു പ്രത്യേക ഭംഗിയുണ്ടെന്ന് അവന് തോന്നി. അവൻ അവളെ തന്നെ കുറച്ചു നേരം നോക്കിയിരുന്നു. അവനിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ നിറയുന്നത് അവന് മനസ്സിലാകുന്നുണ്ടായിരുന്നു. അവൻ ലാപ്പ് മാറ്റിവെച്ച് ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റ് പതിയെ അവളെ ഉണർത്താതെ ഇരു കൈകളിലും അവളെ കോരിയെടുത്ത് നെഞ്ചോട് ചേർത്തുകൊണ്ട് മുറിയിലേക്ക് നടന്നു. രാവിലെ വൈകി കണ്ണുകൾ തുറന്നതും മുറിയിൽ കട്ടിലിൽ കിടക്കുന്നതാണ് കണ്ടത്. ഇന്നലെ സിദ്ധുവിൻ്റെ കൂടെ ഓഫീസ് മുറിയിലിരുന്ന് മാത്രം ഓർമ്മയിൽ തെളിയുന്നുണ്ട്. വേറൊന്നും ഓർമ്മ കിട്ടുന്നില്ല. പിന്നീട് എപ്പോഴാണ് ഇവിടെ വന്ന് കിടന്നതെന്നും അറിയാം. അവൾ പതിയെ എഴുന്നേറ്റു. മുറിയിൽ സിദ്ധു ഇല്ലെന്ന കാര്യം അവൾക്ക് മനസ്സിലായി. വേഗം കബോർഡിൽ തനിക്കായി ഒരുക്കി വെച്ച ഡ്രസ്സും മറ്റ് സാധനങ്ങളും എടുത്ത് ഫ്രഷ് ആവാൻ ബാത്റൂമിൽ കയറി. കുളി കഴിഞ്ഞ് വസ്ത്രങ്ങൾ എടുത്തിടുമ്പോഴാണ് പുറത്തുനിന്നും വാതിലിൽ കൊട്ട് കേട്ടത്. അവൾ ഒരു നിമിഷം കാതോർത്തു. വീണ്ടും കൊട്ടൽ തുടർന്നും അവൾ വേഗം ഡ്രസ്സ് എടുത്തിട്ട് തലയിൽ തോർത്തും ചുറ്റിക്കൊണ്ട് മുന്നിൽ വിയർത്തു കുളിച്ചുകൊണ്ട് സിദ്ധു നിൽക്കുന്നുണ്ട്. അവൾ ഒരു നിമിഷം പകച്ചു. പെട്ടെന്ന് അവനെ അങ്ങനെ കണ്ടപ്പോൾ വേഗം മാറിക്കേ, എനിക്ക് ഫ്രഷ് ആവണം, അവൻ പറഞ്ഞതും വൈക വേഗം പുറത്തേക്കിറങ്ങി. സിദ്ധു അവളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ബാത്റൂമിലേക്കും. ഇതെന്തും അറിമായമെന്ന പോലെ വൈക മുന്നോട്ട് നടന്നു. പിന്നെ അവിടെ നിൽക്കാതെ വേഗം തോർത്തഴിച്ച് മുടിയൊന്ന് ചീകിക്കെട്ടി താഴേക്ക് നടന്നു. ആ മോള് വന്നോ? വാ കാപ്പി കുടിക്കാം. താഴേക്ക് ഇറങ്ങി വന്ന് അവളെ കണ്ടതും വീൽ ചെയറിലിരുന്നു കൊണ്ട് സീതാമ്മ അവളെ ക്ഷണിച്ചു. അവർ രാവിലത്തെ പതിവ് തെറ്റിക്കാതെയുള്ള കാപ്പി കുടിയിലായിരുന്നു. കൂടെ പത്രവുമുണ്ട്. വൈക സീതയ്ക്കരികിൽ പോയി. അവളെ കണ്ടതേ ചേച്ചി കാപ്പിയും കൊണ്ടുവന്ന് കൊടുത്തു. മോളുടെ ഇഷ്ടങ്ങളൊന്നും അറിയില്ല. ഇവിടെ എല്ലാവർക്കും കാപ്പിയാ പതിവ്. നാളെ മോൾക്ക് ഇഷ്ടമുള്ളത് എന്താണെങ്കിലും പറഞ്ഞാൽ മതി, അത് റെഡിയാക്കാം. ഇന്നിപ്പോൾ മോളി കാപ്പി കുടിക്കുക. ചേച്ചി അവൾക്ക് നേരെ സ്നേഹപൂർവ്വം കാപ്പി നീട്ടിയതും അവളതൊരു ചിരിയോടെ വാങ്ങി. എനിക്കങ്ങനെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും ഇല്ലേ ചേച്ചി. എന്ത് കിട്ടിയാലും വിശപ്പിനനുസരിച്ച് കഴിക്കും, അത്രയേ ഉള്ളൂ. വൈക പറഞ്ഞതും അവരൊന്ന് മൂളിക്കൊണ്ട് തിരികെ അടുക്കളയിലേക്ക്. വൈകക്കുട്ടിയെ ഇവിടെല്ലാം ഇഷ്ടമായോ കുട്ടിക്ക്? സീതാമ്മ ചോദിച്ചതും അവളൊന്ന് മൂളി. ഇങ്ങനെ മൂളാതൊരക്ഷരം മിണ്ടെൻ്റെ കുട്ടിയെ, അല്ലെങ്കിൽ ആളും മനുഷ്യരും ഇല്ലാതെ ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ച പോലെയാ. മോള് വന്നപ്പോഴാണ് മനസ്സിന് സമാധാനം ഉണ്ടായത്. സീതാമ്മ ചിരിയോടെ പറഞ്ഞതും അവളും ചിരിച്ചു. എന്നാൽ നമുക്ക് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയാലോ? രാവിലെയുള്ള മഞ്ഞുമൂടിയ പ്രഭാതം കാണാൻ നല്ല ഭംഗിയാ, വൈകി പറഞ്ഞതും സീതാമ്മയുടെ മനസ്സും ഉത്സാഹത്തിലായി. സിദ്ധു പുറത്തേക്ക് ഇറക്കുമെങ്കിലും രാവിലെയൊന്നും ഇറക്കില്ല. മഞ്ഞുകൊണ്ട് വല്ല അസുഖം വരുമെന്ന് പറഞ്ഞ് ശാസിക്കും. നമുക്ക് പോകാം സീതാമ്മേ. കയ്യിലെ കപ്പ് ടേബിളിൽ വെച്ചുകൊണ്ട് അവൾ വീൽചെയറിന്റെ പിടിയിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചതും സന്തോഷം നിറഞ്ഞ മുഖത്തോടെ അവർ തലയാട്ടി. വൈക സീതാമ്മയുമായി മുറ്റത്തേക്ക് പോകാനൊരുങ്ങിയതും സിദ്ധു പിറകിൽ നിന്നും വിളിച്ചു. വൈക. സിദ്ധുവിന്റെ വിളി കേട്ടതും വൈക തിരിഞ്ഞു നോക്കി. അവൻ മുകളിൽ നിന്നുകൊണ്ട് റൈലിങ്ങിൽ പിടിച്ച് അവരെ തന്നെ നോക്കി നിൽക്കുകയാണ്. എനിക്കൊരു കോഫി വേണം. ഗൗരവമേറിയ സ്വരം വൈകിയൊന്ന് തലയാട്ടി. സീതാമ്മ ഇവിടെ ഇരിക്കേ, സാറിന് കോഫി എടുത്തുവിട്ടിരിക്കെ എപ്പോൾ വരാം, അവൾ പറഞ്ഞുകൊണ്ട് വേഗത്തിൽ അടുക്കളയിലേക്ക് നടന്നു. വൈക പോയതും സീതാമ്മയുടെ ചിന്ത പോയത് വൈകി എന്തുകൊണ്ടാണ് സിദ്ധുവിനെ സാറെന്ന് അഭിസംബോധന ചെയ്യുന്നത് എന്നാണ്. സിദ്ധു തന്നോട് പറഞ്ഞത് ഇരുവരും പരസ്പരം ഇഷ്ടപ്പെട്ട് വിവാഹം കഴിക്കാൻ പോകുവാണെന്നാണ്.